ഇതിൽ പ്രധാനമായും ഒരു കാര്യം കൂടെ, ഈ തീയതി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം കമ്മീഷൻ പരിഗണിക്കണമെന്ന് തന്നെയല്ലേ കോടതി പ്രധാനമായും പറയുന്നത്? അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. കേരളത്തോട് ഈ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ സമർപ്പിക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ തീരുമാനമെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കുമെന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉചിതമായ തീരുമാനം സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ത് തീരുമാനമാണെങ്കിലും മറ്റന്നാൾ സുപ്രീം കോടതിയെ അറിയിക്കുവാനും ഇപ്പോൾ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയം നീട്ടി നൽകണമോ അല്ലെങ്കിൽ സമയം ഇത്തരത്തിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടണമെന്നോ അടക്കമുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും ഒരു തീരുമാനം എടുക്കുക. എന്തായാലും SIR നടപടികൾ തുടരും. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ SIR ഒരാഴ്ചത്തോളം കേരളത്തിൽ നീട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം വലിയ ആവശ്യം സംസ്ഥാന സർക്കാർ അടക്കം ഉയർത്തിയത് SIR നടപടികൾ നീട്ടിവെക്കണമെന്നതാണ്. നിലവിൽ 14-ാം തീയതിയാണ് കേരളത്തിലെ എന്യൂമറേഷൻ ഫോം വിതരണം അടക്കം പൂർത്തിയാവുക. അപ്പോൾ ഇനിയും സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകുമോ എന്നതാണ് എല്ലാവരും നോക്കിക്കാണുന്ന ചോദ്യം. എന്തായാലും സുപ്രീം കോടതി ഇപ്പോൾ SIR നടപടികൾ തുടരാം, അതുപോലെ തന്നെ സമയം നീട്ടി നൽകണമെന്ന ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കുമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റന്നാൾ ഈ തീരുമാനം വ്യക്തമാക്കുവാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ SIR-നെതിരായ ഹർജികൾ കോടതി പരിഗണിച്ചതിൽ പ്രധാനമായും കോടതി പറയുന്നത് കൂടുതൽ ജീവനക്കാരെ ഉപയോഗിക്കരുത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറ്റന്നാൾ സമയം അറിയിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുത്ത് അത് മറ്റന്നാൾ കമ്മീഷൻ തീരുമാനം അറിയിക്കണമെന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. തീയതി നീട്ടണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ഫോമിന്റെ അവസാന തീയതി ഒരാഴ്ച കൂടുതൽ നീട്ടുന്നത് അപേക്ഷ സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 99% ഫോമുകളുടെ വിതരണം പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. സംസ്ഥാനത്തോട് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ നൽകാനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 25,000 പേരെ SIR-ന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1,00,000 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അവരെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് SIR തുടരാം എന്നുള്ള, കേരളത്തിൽ SIR തുടരാം എന്നുള്ള ഒരു നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും PR അരവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത്.